Good morning to all. I'm Nijia from MC4. ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാല്യൂഷൻ ഓഫ് കറൻസി സ്വാപ്സ്, ക്രോസ് കറൻസി ഇൻട്രസ്റ്റ് റേറ്റ്, നോൺ ജനറിക് ഓർ എക്സോട്ടിക് സ്വാപ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഓഫ് സ്വാപ്പ് ട്രാൻസാക്ഷൻസ്. ആദ്യം വാല്യൂഷൻ ഓഫ് കറൻസി സ്വാപ്സ്. കറൻസി സ്വാപ്പുകളുടെ കാര്യത്തിൽ സ്വാപ്സിനെ ഒരു പെയർ ബോണ്ടുകളായി കൺസിഡർ ചെയ്തിട്ടാണ് വാല്യൂഷൻ നടത്തുന്നത്. അതുകൊണ്ട് സ്വാപ്പിൻ്റെ വില രണ്ട് ബോണ്ടുകളുടെയും നിലവിലെ മൂല്യം തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. ഒന്ന് ഫോറിൻ കറൻസിയിലും മറ്റേത് ലോക്കൽ കറൻസിയിൽ ഡിനോമിനേറ്റ് ചെയ്തതും. പിന്നെ കറൻസി സ്വാപ്പിൻ്റെ വാല്യൂ എക്സ്പ്രസ് ചെയ്യുന്നത് VS = VF - VL എന്ന ഇക്വേഷനിലാണ്. ഇവിടെ VS ഡിനോട്ട് ചെയ്യുന്നത് വാല്യൂ ഓഫ് കറൻസി സ്വാപ്പ്, VF എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഫോറിൻ കറൻസി ബോണ്ട്, VL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ലോക്കൽ കറൻസി ബോണ്ട്. അടുത്തത് എന്താണ് ക്രോസ് കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്? The swap combines the features of both a currency swap and an interest rate swap. It is designed to convert a liability in one currency with a stipulated type of interest payment into one denominated in another currency with a different type of interest payment. അതായത് ഒരു കറൻസിയിൽ ഒരു നിശ്ചിത തരം ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ഉള്ള ഒരു ലയബിലിറ്റി മറ്റൊരു കറൻസിയിൽ വേറെ ഒരു തരം ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ക്രോസ് കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് നോൺ ജനറിക് ഓർ എക്സോട്ടിക് സ്വാപ്സ്. ഇപ്പോൾ ഇത്ര നമ്മൾ പഠിച്ച സ്വാപ്സിൽ നിന്നും ഇപ്പോൾ റീസെൻറ്റ് ടൈംസ് ആയിട്ട് രൂപം കൊണ്ട കുറേ സ്വാപ്സുകളുണ്ട്. അതിനെല്ലാം ഒരു അൺയൂഷ്വൽ ഫീച്ചേഴ്സ് ആയിരിക്കും. അവരുടെ സ്ട്രക്ചേഴ്സ് കോംപ്ലക്സ് ആയിരിക്കും. ഇറ്റ് ഓൾസോ നോൺ ആസ് നോൺ സ്റ്റാൻഡേർഡ് സ്വാപ്സ്. പിന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് കൂപ്പൺ, നോഷണൽ, അക്രുവൽ ആൻഡ് കാലണ്ടർ, കൂപ്പൺ ഡിറ്റർമിനേഷൻ. പിന്നെ ഇവരുടെ പേയ്മെൻറ്റ്സ് എല്ലാം ടൈലർ മെയ്ഡും ആയിരിക്കും. എന്ന് വെച്ചാൽ ക്ലയൻസിൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഇവരുടെ പേഴ്സ്പെക്റ്റീവ്സ് എല്ലാം. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, ആക്ടിംഗ് ഹെഡ്ജിങ്, അസറ്റ് റീപാക്കേജിങ്, ക്രെഡിറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ എമർജ് ചെയ്ത സ്വാപ്സിലുണ്ട്. ഇതിനെല്ലാമാണ് നമ്മൾ എക്സോട്ടിക് ഓർ നോൺ ജനറിക് സ്വാപ്പ് എന്ന് വിളിക്കുക. പിന്നെ ഇവരുടെ മെച്യൂരിറ്റി റേറ്റ് എന്ന് പറയുന്നത് എല്ലാം വളരെ വൈഡ് ആയിരിക്കും. എല്ലാ നോൺ ജനറിക് സ്വാപ്സുകളും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ ആൻഡ് സെക്കൻഡ് ജനറേഷൻ എന്നിങ്ങനെയാണ്. ഇനി നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഫസ്റ്റ് ജനറേഷൻ സ്വാപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ നോൺ ജനറിക് സ്വാപ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫോർവേഡ് സ്റ്റാർട്ടിംഗ് സ്വാപ്പ്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പുകൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളാണ്. അവിടെ പാർട്ടീസ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ക്യാഷ് ഫ്ലോ ഒരു നിശ്ചിത കാലയളവിൽ കൈമാറ്റം ചെയ്യാൻ എഗ്രി ചെയ്യുന്നു. ഫോർവേഡ് സ്റ്റാർട്ടിംഗ് സ്വാപ്പുകൾ ഭാവിയിൽ ഈ സ്പെസിഫൈഡ് സെറ്റിൽമെൻറ്റ് ഡേറ്റ് വരെ ഈ എക്സ്ചേഞ്ച് ചെയ്യാൻ വൈകും. ഇതിനെ ഡിലൈഡ് സ്റ്റാർട്ട് സ്വാപ്പ് അല്ലെങ്കിൽ ഡിഫേർഡ് സ്റ്റാർട്ട് സ്വാപ്പ് എന്ന് വിളിക്കുന്നു. ഈ സ്വാപ്സ് ഭാവിയിലെ പ്രൊട്ടക്ഷന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അടുത്തതാണ് റോളർ കോസ്റ്റർ സ്വാപ്പ്. ഇതൊരു സീസണൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പാണ്. അവിടെ കൗണ്ടർ പാർട്ടിയുടെ സൈക്ലിക്കൽ ഫിനാൻഷ്യൽ നീഡുകൾ നിറവേറ്റുന്നതിനായി പേയ്മെൻറ്റ്സുകൾ വ്യത്യാസപ്പെടുത്താം. സീസണലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസുകളുമായി മാച്ച് ആവുന്നതിന് റെഗുലർ പേയ്മെൻറ്റുകൾക്കിടയിലുള്ള സമയം നീട്ടാനോ ചുരുക്കാനോ ഒരു റോളർ കോസ്റ്റർ സ്വാപ്പ് അലോ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് അമോർട്ടൈസിങ് സ്വാപ്പ്. ഇതൊരു ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പാണ്. ഇതിൽ സ്വാപ്സിൻ്റെ ലൈഫിൽ നിശ്ചിത സമയങ്ങളിൽ അതിനെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് പ്രധാനപ്പെട്ട തുക ഡിക്രീസ് ചെയ്യുന്നു. അടുത്തതാണ് അക്രീറ്റിംഗ് സ്വാപ്പ്. അമോർട്ടൈസിങ് സ്വാപ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് അക്രീറ്റിംഗ് സ്വാപ്പ്. ഇവിടെ സ്വാപ്പിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് സ്വാപ്പിൻ്റെ ലൈഫിനേക്കാൾ മുൻകൂട്ടി നിശ്ചയിച്ച സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. നാലാമത്തതാണ് കോൺസ്റ്റന്റ് മെച്യൂരിറ്റി സ്വാപ്പ്. ഒരു സ്വാപ്പിൽ ലഭിച്ച ഫ്ലോകളുടെ ഡ്യൂറേഷൻ നിർണ്ണയിക്കാൻ പർച്ചേസ് ചെയ്യുന്ന ആളെ അനുവദിക്കുന്ന ഒരു സ്വാപ്പാണ് കോൺസ്റ്റന്റ് മെച്യൂരിറ്റി സ്വാപ്പ്. അടുത്ത ഫസ്റ്റ് ജനറേഷൻ നോൺ ജനറിക് സ്വാപ്പ് ആണ് ഇൻ അരിയർ സ്വാപ്പ്.
ഇത് ഒരേ സമയം പേ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന ഒരു സ്വാപ്പാണ്. അടുത്തതാണ് ക്വാണ്ടോ സ്വാപ്പ്. ക്വാണ്ടോ സ്വാപ്പ് എന്നത് ക്യാഷ് സെറ്റിൽഡ് ക്രോസ് കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പാണ്. അവിടെ ഒരു കൗണ്ടർ പാർട്ടീന് ഒരു കൗണ്ടർ പാർട്ടിക്ക് മറ്റൊരാൾക്ക് ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യുന്നു. ഡൊമസ്റ്റിക് കറൻസിയിലെ നോഷണൽ എമൗണ്ട് അതായത് ഒരു സാങ്കല്പിക തുക ഡിനോമിനേറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റുകൾ ഫിക്സ് ചെയ്യുകയോ ഫ്ലോട്ടിംഗ് നടത്തുകയോ ചെയ്യാം. അടുത്തതാണ് ലിവറേജ് സ്വാപ്പ്. ഒരു സ്വാപ്പ് എഗ്രിമെൻറ്റ് സാധാരണയായി ഒരു സ്ട്രക്ചേർഡ് നോട്ടിലോ അല്ലെങ്കിൽ സിമിലർ ഇൻസ്ട്രുമെൻറ്റിലോ ഉൾച്ചേർക്കുന്നു. അതിൽ സ്വാപ്പ് പേയ്മെൻറ്റുകൾ ഒരു നോഷണൽ എമൗണ്ടിൻ്റെ ഗുണിതവുമായി എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. അതാണ് ലിവറേജ് സ്വാപ്പിൽ പറയുന്നത്. അടുത്തതാണ് പവർ സ്വാപ്പ്. ഇത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. അതിൽ ഫ്ലോട്ടിംഗ് റേറ്റ് പണം അടക്കുന്നയാൾ ഫ്ലോട്ടിംഗ് റേറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബിക് അല്ലെങ്കിൽ റേറ്റിൻ്റെ ഏതെങ്കിലും പവർ കൗണ്ടർ പാർട്ടിയിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നു. അതാണ് പവർ സ്വാപ്പിൽ പറയുന്നത്. അടുത്ത സ്വാപ്പാണ് ഓവർനൈറ്റ് ഇൻഡെക്സ് സ്വാപ്പ്. 1990s ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നിശ്ചിത കാലയളവിനുള്ളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പാണ് ഓവർനൈറ്റ് ഇൻഡെക്സ് സ്വാപ്പ്. പീരിയോഡിക് ഫ്ലോട്ടിംഗ് പേയ്മെൻറ്റ് സാധാരണയായിട്ട് ഡെയിലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കണക്കാക്കിയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത്രയാണ് ഫസ്റ്റ് ജനറേഷൻ നോൺ ജനറിക് സ്വാപ്പുകളായിട്ട് പറയുന്നത്. ഇനി പറയുന്നത് സെക്കൻഡ് ജനറേഷനിലെ നോൺ ജനറിക് സ്വാപ്പുകൾ ഏതൊക്കെയാണെന്നാണ്. നമുക്കിനി അത് നോക്കാം. സെക്കൻഡ് ജനറേഷൻ നോൺ ജനറിക് സ്വാപ്സ്. അതിൽ ഫസ്റ്റ് ഒന്നാണ് ഇൻഡെക്സ് അമോർട്ടൈസിങ് സ്വാപ്പ്. ഇതിനെ നമുക്ക് അമോർട്ടൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് വിളിക്കാം. ഇത് ഒരു തരം ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എഗ്രിമെൻ്റ് ആണ്. അതിൽ സ്വാപ്പ് എഗ്രിമെൻറ്റിൻ്റെ ഓവർ ലൈഫിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ക്രമേണ കുറയുന്നു. ഇത് അക്രീറ്റിംഗ് പ്രിൻസിപ്പൽ സ്വാപ്പിന് ഓപ്പോസിറ്റാണ്. അവിടെ അക്രീറ്റിംഗ് സ്വാപ്പിൽ പറയുന്നത് എന്താ വെച്ചാൽ അതിൽ നോഷണൽ പ്രിൻസിപ്പൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നാൽ ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അക്രീറ്റിംഗ് പ്രിൻസിപ്പൽ സ്വാപ്പിന് ഇത് ഓപ്പോസിറ്റാണ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബെർമുഡൻ സ്വാപ്പ്. സ്ട്രക്ചേർഡ് ആയ ബോണ്ടുകളെ സംരക്ഷിക്കുന്നതിനും ബെർമുഡ സ്വാപ്പ് ഉപയോഗിക്കുമ്പോൾ അഡീഷണൽ ഫ്ലെക്സിബിലിറ്റി നൽകുന്നതിനാണ് ഇവ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് റേഞ്ച് അക്രൂവൽ സ്വാപ്പ്. അക്രൂവൽ സ്വാപ്പുകൾ വാസ്തവത്തിൽ ഡിജിറ്റൽ ഓപ്ഷനുകളുടെ ഒരു സ്ട്രിപ്പാണ്. അടുത്തതാണ് ഏഷ്യൻ സ്വാപ്പ്. ഏഷ്യൻ രീതിയിലുള്ള സ്വാപ്പിൽ ഒരു ഫിക്സ്ഡ് സ്വാപ്പ് റേറ്റിന് എതിരായ സെറ്റിൽമെൻറ്റ് ഡേറ്റുകൾക്കിടയിലുള്ള കാലയളവിൽ ഒരു ഫ്ലോട്ടിംഗ് റേറ്റിൻ്റെ ആവറേജ് വാല്യൂവിൽ നിന്ന് കണക്കാക്കിയ എക്സ്ചേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് ഉൾപ്പെടുന്നുണ്ട്. അതാണ് ഏഷ്യൻ സ്വാപ്പിൽ പറയുന്നത്. അടുത്തതാണ് ഡിജിറ്റൽ സ്വാപ്പ്. റേറ്റുകൾ ഒരു നിശ്ചിത ലെവലിന് മുകളിലോ താഴെയോ ആണെങ്കിൽ ഒരു നിശ്ചിത തുക നൽകുന്ന ഒരു സ്വാപ്പാണിത്. ഇനി അടുത്തത് ബാരിയർ സ്വാപ്സ്. ഇവയെ ട്രിഗർ സ്വാപ്സുകൾ എന്നും വിളിക്കുന്നു. ഒരു നിശ്ചിത ഫ്ലോട്ടിംഗ് റേറ്റ് ഒരു നിശ്ചിത പരിധിക്ക് മുകളിലോ അല്ലെങ്കിൽ താഴെയോ പോകുമ്പോൾ പേ ഓഫ് ആക്ടിവേറ്റ് ചെയ്യുകയും ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ബാരിയർ സ്വാപ്പിൽ പറയുന്നത്. അടുത്താണ് ചൂസർ സ്വാപ്പ്. ഇവിടെ ഈ സാഹചര്യത്തിൽ ഓപ്ഷൻ ഹോൾഡർക്ക് റിസീവറിലേക്കോ പേയർ സ്വാപ്പിലേക്കോ എൻ്റർ ചെയ്യണോ എന്ന് ചൂസ് ചെയ്യാം. അതാണ് ചൂസർ സ്വാപ്പിൽ പറയുന്നത്. അടുത്താണ് കോറിഡോർ സ്വാപ്പ്. ഇതിലൂടെ വോൾട്ടാലിറ്റി പരിഹരിക്കാനാകും. ഒരു സ്പെസിഫിക് റേഞ്ചിനുള്ളിലെ മാർക്കറ്റ് റേറ്റുകളുടെ ഡെയിലി ഉണ്ടാകുന്ന വ്യതിയാനം കണക്കിലെടുക്കുന്ന ഒരു വാരിയൻസ് സ്വാപ്പാണ് കോറിഡോർ സ്വാപ്പ്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ജനറേഷൻ നോൺ ജനറിക് സ്വാപ്പുകളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഓഫ് സ്വാപ്പ് ട്രാൻസാക്ഷൻസ് ആ ടോപ്പിക്കിലേക്ക് കിടക്കാം. റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു യൂസ്ഫുൾ ഇൻസ്ട്രുമെൻ്റാണ് സ്വാപ്സ്. നമുക്ക് ഏതൊക്കെ രീതിയിലാണ് സ്വാപ്സ് റിസ്ക് മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റാണ് ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ്.
സ്വാപ്പുകൾ വാല്യുബിൾ ആയിട്ടുള്ള ഹെഡ്ജിങ് ടൂളുകളാണ്. കാരണം അവയ്ക്ക് ഫ്ലോട്ടിംഗ് റേറ്റ് ഡെപ്റ്റ് ഉള്ള ഒരു സ്ഥാപനത്തെ റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന റിസ്കിനെ എഗെയിൻസ്റ്റ് ചെയ്ത് സംരക്ഷിക്കാനോ സ്വയം പരീക്ഷിക്കാനോ സാധിക്കുന്നു. അതായത് ഒരു സ്ഥാപനം ഫ്ലോട്ടിംഗ് റേറ്റ് ഡെപ്റ്റ് ഉള്ള ഒരു സ്ഥാപനം ഹയർ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യും. ഇത് റിസ്ക് എക്സ്പോഷർ കൈകാര്യം ചെയ്യാൻ ഫോർവേഡ് സ്വാപ്പ് ഇവിടെ യൂസ് ചെയ്യാം. ഇതാണ് ടു ഹെഡ്ജ് എഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന പോയിന്റിൽ പറയുന്നത്. അടുത്തത് ടു ഹെഡ്ജ് എഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഫാളിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ ഭാവിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്ന് ഒരു ഫണ്ട് മാനേജറോ ഇൻവെസ്റ്ററോ ഭയപ്പെടാം. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ വരുമാനം കുറയും. അതിനാൽ ഫണ്ട് മാനേജറോ ഇൻവെസ്റ്ററോ റിസ്ക് നേരിടുന്നു. ഈ റിസ്ക് പരിഹരിക്കുന്നതിന് ഫണ്ട് മാനേജർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ സാഹചര്യത്തിൽ അയാളാണ് റിസീവ് ഫിക്സ്ഡ് പാർട്ടി എന്ന് പറയുന്നത്. വാരിയബിൾ കൂപ്പൺ പേയ്മെൻറ്റിന് പകരമായിട്ട് ഫണ്ട് മാനേജർക്ക് കൂപ്പൺ പേയ്മെൻറ്റുകൾക്ക് ഒരു ഫിക്സ്ഡ് റേറ്റ് നൽകാൻ ഒരു സ്വാപ്പ് ഡീലർ സമ്മതിക്കും. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. അടുത്ത പോയിന്റ് ടു ഹെഡ്ജ് എഗെയിൻസ്റ്റ് ദ മാർക്കറ്റ് പ്രൈസ് റിസ്ക് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. കൊമേഴ്സ് ബാങ്ക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, ഇൻഷുറൻസ് ഫേംസ്, മോർഗേജ് ഫേംസ് ആൻഡ് ട്രസ്റ്റ്, ഗവൺമെൻറ് ഏജൻസീസ് മുതലായവ മാർക്കറ്റ് പ്രൈസ് റിസ്കിനും ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനും വിധേയമാണ്. അത്തരം ഫേമുകൾ സ്ഥിരമായിട്ട് പണം നൽകുകയും ഫ്ലോട്ടിംഗ് സ്വീകരിക്കുന്നതുമായ ഒരു സ്വാപ്പിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസ്ക് എക്സ്പോഷർ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇനി അടുത്ത പോയിന്റാണ് ടു ഡിറൈവ് ദ ബെനഫിറ്റ് ഓഫ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഈസ് ബോറോവിങ് ഓർ ലെൻഡിങ്. ഇവിടെ സ്വാപ്പ് ഇടപാടിൻ്റെ ഫലമായിട്ട് കൗണ്ടർ പാർട്ടികൾക്കും സ്വാപ്പ് ഡീലർമാർക്കും പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു കക്ഷിക്ക് മറ്റൊരു കക്ഷികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോൺ എടുക്കാനോ വായ്പ നൽകാനോ താരതമ്യേന നേട്ടമുള്ളത് കൊണ്ടാണ് അത്തരം നേട്ടം ഉണ്ടാകുന്നത്. ഈ നേട്ടം അതുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും പങ്കിടുന്നുണ്ട്. ഇതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇനി അടുത്ത റിസ്ക് ആയിട്ട് പറയുന്നത് ടു ഹെഡ്ജ് എഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് എ ഡിക്ലൈൻ ഇൻ എ റവന്യൂ സ്ട്രീം. അതായത് ഒരു സ്ഥാപനത്തിന് ഒരു ഫിക്സ്ഡ് കറൻസി സ്വാപ്പ് ഉപയോഗിച്ചിട്ട് ഒരു റവന്യൂ സ്ട്രീമിലെ ഡിക്ലൈൻ, അതായത് അവിടെ ഉണ്ടാകുന്ന ഇടിവിൻ്റെ അപകട സാധ്യത എന്ത് ചെയ്യും, തടയാനാകും. എക്സ്ചേഞ്ച് റേറ്റിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ഇൻകം കുറയാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യത ഉണ്ട്. അടുത്ത പോയിന്റ് ഹെഡ്ജ് എഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ആൻ ഇൻക്രീസ് ഇൻ എ കോസ്റ്റ്. അതായത് ഒരു ഫോറിൻ കൺട്രിക്ക് അവിടുത്തെ സ്റ്റോക്കുകൾ, ചരക്കുകളോ സേവനങ്ങളോ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം ഫോറിൻ കറൻസിയുടെ വില വർദ്ധിക്കാൻ സാധ്യതയുള്ള അപകടത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. കറൻസി റിസ്ക് എക്സ്പോഷർ സംരക്ഷിക്കുന്നതിന് സ്ഥാപനം ഒരു ഫിക്സ്ഡ് കറൻസി സ്വാപ്പ് യൂസ് ചെയ്യുന്നു. ഇത്രയാണ് റിസ്ക് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഓഫ് സ്വാപ്പ് ട്രാൻസാക്ഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ടോപ്പിക്സ്. താങ്ക് യു.